ഇപ്പോൾ കിട്ടിയത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ ഇതാ നിർത്തിവെക്കുകയാണ്. 6 ജില്ലകളിലെ വാർഷികാഘോഷ പരിപാടികളാണ് നിർത്തിവെക്കുന്നത്. ഇനി മുതൽ സാംസ്കാരികമായ പരിപാടികൾ അടക്കം ഉണ്ടാകില്ല. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി വാർഷിക പരിപാടികൾ നിർത്തിവെക്കുന്നതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം ചേരുകയാണ്. സന്തോഷ്, ഈ യുദ്ധത്തിൻ്റെ മീൻസ് അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ വാർഷികാഘോഷ പരിപാടികൾ നിർത്തിവെക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, അതിർത്തിയിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് ആലോചിക്കാനായി ഉച്ചയ്ക്ക് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ എന്റെ കേരളം പ്രദർശന വിപണന മേളകൾ തുടരും. എന്നാൽ അവിടെ മറ്റ് വൈകുന്നേരങ്ങളിലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഇനി ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിയും ജില്ലാ യോഗങ്ങളും 6 ജില്ലകളിലാണ് നടക്കാനുള്ളത്. ആ 6 ജില്ലകളിലെയും പരിപാടികൾ നിർത്തിവെക്കുകയാണ്, മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഈ കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച സൂചന നൽകിയിരുന്നു. കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉച്ചയ്ക്ക് യോഗം ചേരുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. LDFന്റെ പൊതുയോഗത്തിൽ വെച്ച് പ്രസംഗിക്കവെയാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഇനി ബാക്കിയുള്ള 6 ജില്ലകളിലെ പരിപാടികൾ, ഇന്ന് കണ്ണൂർ ജില്ലയിലെ പരിപാടിയോടുകൂടി ഇത് നിർത്തിവെക്കുകയാണ്. ഇനി തുടർന്ന് മറ്റ് ജില്ലകളിൽ ഈ സാഹചര്യത്തിൽ പരിപാടികൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അജിംഷ. ശരി, സന്തോഷമാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ, അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ വാർഷികാഘോഷങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം നൽകിയത്.